കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണം UDFിൻ്റെ എതിർപ്പാളയത്തിൽ നിന്നും ഉണ്ടായി. ആ പ്രചരണത്തിൽ നിർഭാഗ്യവശാൽ പാലക്കാട് CPM നേതൃത്വം നൽകുന്ന LDFും BJP നേതൃത്വം നൽകുന്ന NDAയും ഒരേ തൂവൽ പക്ഷികളായിട്ട് പ്രവർത്തിച്ചു. നിങ്ങൾക്കറിയാം, ഈ ആധികാരിക വിജയം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മണ്ണിലും ചക്കാന്തറ ക്രൈസ്തവ ദേവാലയ പരിസരത്തും മേപ്പറമ്പ് മുസ്ലിം പള്ളികളുടെ കേന്ദ്രമായ മേപ്പറമ്പ് പരിസരത്തും ഒരുപോലെ UDFിനെ ജനങ്ങൾ പിന്തുണച്ചു എന്നുള്ളത് പാലക്കാടിൻ്റെ മതേതര സ്വഭാവം ശക്തമായി നിലനിർത്തി എന്നുള്ളതാണ്. ഇവിടെ മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന ഒരുപാട് കുപ്രചരണങ്ങൾ, ഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് സംയുക്തമായി നടപ്പിലാക്കിയ BJPക്കും CPMനും കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയമായി പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായും കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായും വളരെ കൃത്യമായി ജനങ്ങൾ വിധിയെഴുതിയ ഒരു തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ച വയനാട് ദുരന്തം മലയാളി മനസ്സിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ളവർ മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ആ അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമ്മതിക്കാതെ വിസമ്മതിച്ച് പരസ്യമായി പ്രകടനം നടത്തിയ കേന്ദ്ര സർക്കാർ മനുഷ്യത്വ വിരുദ്ധമായാണ് പെരുമാറിയത്. രാഷ്ട്രീയം കളിച്ച് മനുഷ്യത്വ വിരുദ്ധമായ പാതയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തി. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് താങ്ങും തണലുമായി കേന്ദ്രമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവിടം തൊട്ട് BJPയെ വിലയിരുത്തിയത് പാലക്കാട് നഗരത്തിലെ 9 വർഷക്കാലത്തെ ഭരണം. ഇത് അതിശയോക്തിയല്ല. കേരളത്തിൽ ആകെ പാലക്കാട് നഗരസഭയിലാണ് BJPക്ക് ഒരു ഭരണം കിട്ടിയത്. അപ്പോൾ കേരളത്തിൽ ഭരണം കിട്ടിയ ഏക നഗരസഭയിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും നിലനിന്നു, ഇതുപോലെ ചേരിപ്പോരും തമ്മിത്തല്ലും നിലനിന്ന് വികസനങ്ങൾ മുരടിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിൽ വരെ 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിന് ലഭിച്ചത്. സമീപകാലത്തൊന്നും ഒരു തരംഗമുണ്ടായിട്ടും പാലക്കാട് നഗരസഭയിൽ UDFിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സനെ അകാരണമായി മാറ്റിയതും പാർട്ടിക്കകത്ത് ശക്തമായ വിഭാഗീയത നിലനിന്ന് കൗൺസിലർമാർ, ഭരണകക്ഷി കൗൺസിലർമാരായ BJPയുടെ നേതാക്കന്മാർ വരെ പല യോഗത്തിലും വിട്ടുനിന്ന് അതീവ ഗുരുതരമായ സംഭവങ്ങളുണ്ടായി. നിലവിൽ മാറിയ ചെയർപേഴ്സണെതിരായിട്ടും പടയൊരുക്കം തകൃതിയാണ്. അപ്പോൾ ഒരു നഗരസഭാ ഭരണം കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ പദ്ധതികളിലൂടെ കിട്ടിയിട്ട് അതൊന്നും വിനിയോഗിക്കാൻ കഴിയാതെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും വികസിക്കുന്നതിലും നിലനിർത്തുന്നതിലും പൂർണ്ണമായി പാലക്കാട് VK ശ്രീകണ്ഠൻ MP മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരം നിഴലിച്ചിട്ടുണ്ട് പാലക്കാട്. അതോടൊപ്പം തന്നെ മതേതര സമൂഹം അത് കോൺഗ്രസിനൊപ്പം നിലകൊണ്ടതിൻ്റെ വിജയമാണ് പാലക്കാട് ഉണ്ടായത് എന്നും VK ശ്രീകണ്ഠൻ MP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.